ഹായ്. അപ്പോൾ ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ചധികം നാളായി. ഞാൻ ലാസ്റ്റ് ചെയ്തത് നമ്മുടെ 50,000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാങ്കോക്കിൽ പോയപ്പോൾ ഞാൻ സൺസ്ക്രീനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സൺസ്ക്രീൻ ഉണ്ടാക്കുന്നതും അതുപോലെ സൺസ്ക്രീനിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് പുതിയ നോളജും കാര്യങ്ങളൊക്കെ കിട്ടിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൺസ്ക്രീനെ പറ്റിയിട്ടൊരു ലോങ് വീഡിയോ ചെയ്യണമെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, കാരണം റിലവൻ്റ് ആണ്, പിന്നെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. സൺസ്ക്രീനെ പറ്റിയിട്ട് ഒരുപാട് മിത്സ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി എത്ര പാർട്ടായിട്ട് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൺസ്ക്രീനെ കുറിച്ചിട്ട് എന്തെങ്കിലും മിത്സോ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങൾ കൊടുത്താൽ മതി. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ അടുത്തടുത്ത പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇന്ന് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സൺസ്ക്രീനിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും, അതായത് ഒരു 6 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് ഇപ്പം 2020 വരെയൊക്കെയുള്ള ആ ഒരു സൺസ്ക്രീനിൽ വന്നിട്ടുള്ള ഒരുപാട് ഇൻവെൻഷൻസും കാര്യങ്ങളും അതുപോലെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ്ടോ. അതായത് സൺസ്ക്രീനെ പറ്റിയിട്ട് എല്ലാം, അതായത് ഈ ഒരു പാർട്ടിലല്ല, പാർട്ട് 1, 2, 3 ഇതിന് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും എനിക്ക് മൂഡൊക്കെ വരുള്ളൂ പാർട്ട് 2 ഒക്കെ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെച്ചോളൂ. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ UVA, UVB, പിന്നെ PA+++ എല്ലാത്തിനെ പറ്റി നമ്മൾ എല്ലാം ചെയ്യും. പിന്നെ ഇതിലുള്ള കുറച്ച് ബാൻഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട്, അതുപോലെ ഓരോ സ്കിൻ ടൈപ്പിന് ഏത് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് ഏത് ഇൻഗ്രീഡിയൻസ് ആണ് സ്യൂട്ടബിൾ ആവുക, അതൊക്കെ നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് പ്രൊമോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു എന്താ പറയുക ഒരു സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് സൺസ്ക്രീനിൻ്റെ ആ ഒരു കഥയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റിന് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ട് എപ്പോൾ തൊട്ടാണ് ആൾക്കാർ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത് തുടങ്ങിയെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഏകദേശ കണക്കുകൾ പ്രകാരം ഉള്ളൊരു വീഡിയോ ആണിത്. ഒരുപാട് ആർട്ടിക്കിൾസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസിൻ്റെ റെഫറൻസ് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്കറിയാം സൺസ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യരശ്മികളിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഡാമേജസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീനിൻ്റെ ഹിസ്റ്ററിയിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പം ഒരു 2 ലക്ഷം 3 ലക്ഷം BC, അതായത് ബിഫോർ ക്രൈസ്റ്റ് 2 lakhs to 3 lakhs ഇയേഴ്സ്, ആ ഒരു സമയത്താണല്ലോ നമ്മളുടെ ഈ ഒരു ഹോമോസാപ്പിയൻസ്, ആ ഒരു ഹ്യൂമൻ മറ്റേ ആ ഒരു ഇവല്യൂഷൻ അതൊക്കെ നടന്നൊരു സമയം. അതായത് ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് സ്കിൻ ടോൺഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഫെയർ, എല്ലാവരും ഡീപ്പ് സ്കിൻ ടോൺഡ് ആയിരുന്നു. ആഫ്രിക്കൻ ഒരു ഇതായിരുന്നു, ആൻസിസ്റ്ററി ആയിരുന്നു, അവരുടെ ആ ഒരു സ്കിൻ കളറിലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും എന്നാണ് പറയപ്പെടുന്നത് പല സ്റ്റഡീസിൽ കൂടി. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡീപ്പ് മെലാനിൻ പിഗ്മെന്റ് ഉള്ളത് കാരണം നമുക്ക് സണ്ണിൽ നിന്നുള്ള ഒരു സൺബേൺസും കാര്യങ്ങളൊന്നും ഏറ്റിരുന്നില്ല. അപ്പോൾ പിന്നീട് എന്താ സംഭവിച്ചത്, അതായത് എങ്ങനെയാണ് ഇത്രയും വെറൈറ്റി ഓഫ് കളേഴ്സ് ഉള്ള ആൾക്കാരുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 70,000 BC ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 2 lakhs കഴിഞ്ഞു, ഇപ്പോൾ 70,000 BC ആ ഒരു കാലഘട്ടത്തിൽ ആൾക്കാർ പല റീജിയൻസിലോട്ട് സ്പ്ലിറ്റായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് കോൾഡർ ക്ലൈമറ്റിലോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്താണ് ആൾക്കാർ ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത്, അതായത് കോൾഡ് ക്ലൈമറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും കോൾഡിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മറ്റേ ആനിമൽ ഹൈഡ്സും അതുപോലെ എന്താ പറയുക മാന്തോലും മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അവർ ബോഡി കവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി പിന്നെ അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. കൾച്ചറൽ ബിലീഫ്സ്, റിലീജിയസ് അല്ല കൾച്ചറൽ ബിലീഫ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ തൊട്ട് ആൾക്കാർ ബോഡി കവർ ചെയ്യാൻ തുടങ്ങി, പലതരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്റ്റിംഗ് പിഗ്മെന്റേഷൻ ഉണ്ടായിരുന്നല്ലോ മെലാനിൻ്റെ, ആ സംഭവം കുറഞ്ഞു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ആൾക്കാർക്ക് സൺബേൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഒരു തിയറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സണ്ണിൻ്റെ എഫക്റ്റ് മനുഷ്യന്മാർക്ക് വന്നു തുടങ്ങിയത് കേട്ടോ. അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ ഗ്രാജുവലി ആണ് നടന്നത്, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു. ഇനി
ആദ്യമായിട്ട് എപ്പോഴാണ് ആൾക്കാർ സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്ത് തുടങ്ങിയത്? ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സൺസ്ക്രീൻ അല്ല, സൺ പ്രൊട്ടക്ഷൻ. അപ്പോൾ പണ്ട്, അതായത് ഒരു 3100 BC കാലഘട്ടത്തിൽ ഈജിപ്ഷ്യൻ ആൾക്കാർ ഈ ജാസ്മിൻ, റൈസ് ബ്രാൻ, പിന്നെ അതുപോലെ ലൂപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവർ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സൺ ഡാമേജ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 800 to 500 BC ഒക്കെ ആയ സമയത്താണ് ഈ ഗ്രീക്ക് ആൾക്കാർ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത് സൺ പ്രൊട്ടക്ഷന് വേണ്ടി. പക്ഷെ അപ്പം നമ്മളിപ്പോൾ വിചാരിക്കും ഒലിവ് ഓയിൽ അല്ലേ ഇതിനകത്ത് ഇപ്പം എന്ത് സൺ പ്രൊട്ടക്ഷൻ ഉണ്ടാവാനാണ്. ആക്ച്വലി വളരെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒലിവ് ഓയിലിന് ഓൾമോസ്റ്റ് 8 SPF ഉണ്ട് എന്നുള്ളത് സ്റ്റഡീസിലൂടെ പ്രൂവ് ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ഇഫക്റ്റീവ് സൺ പ്രൊട്ടക്ഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്തെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവർ ഒലിവ് ഓയിൽ നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷനും സൺ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്തിരുന്നു. പിന്നെ ഒരു 700 BC ഈ ജാപ്പനീസ് പെണ്ണുങ്ങൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയി തുടങ്ങിയതും. അപ്പോൾ ഈ 700 BC എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഈ മെർക്കുറി, ലെഡ് പോലത്തുള്ള സാധനങ്ങളുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് അല്ല, ഇൻഗ്രീഡിയൻസ് ഉള്ള സംഭവങ്ങളൊക്കെ അവർ വെളുക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഉണ്ടായിട്ടുള്ളത് ഒരു 1600, അതായത് ഇപ്പം നമ്മൾ 2024 എന്ന് പറയുന്ന പോലെ 1600-ആം വർഷത്തിലേക്കാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് യൂറോപ്യൻസ് സൺ പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ഒരു വെൽവെറ്റിന്റെ ഒരു ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഫേസ് കവർ ചെയ്യായിരുന്നു. ആക്ച്വലി അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരും ഇതേപോലെ വെളുക്കാൻ വേണ്ടി, അതായത് അവർക്ക് ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അപ്പർ കാസ്റ്റും അല്ലാത്തവർ ലോവർ കാസ്റ്റ്, ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നീട് 1798 1798 ആ ഒരു ടൈമിലാണ്, അതായത് 1800 ആ ടൈമിലാണ് റോബർട്ട് വില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, അതായത് ഇപ്പോഴത്തെ ഡെർമറ്റോളജീന്റെ അതായത് ഫാദർ ഓഫ് ഡെർമറ്റോളജി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് സൂര്യരശ്മികൾ അടിക്കുന്നത് കൊണ്ട് സ്കിന്നിൽ എക്സിമ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ്, അത് എക്സിമ സോളാർ എന്ന് പറഞ്ഞിട്ട് സൂര്യരശ്മികൾ കൊണ്ട് ഇങ്ങനെ സ്കിന്നിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കണ്ടുപിടിച്ചത്. പിന്നീട് ഒരു ജർമ്മൻ സയന്റിസ്റ്റ് അവർ UV റേഡിയേഷൻ ഒക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരുപാട് സ്റ്റഡീസ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിൽ, അതായത് സൂര്യരശ്മികൾ കൊണ്ട് ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ വിചാരിച്ചത്. അപ്പൊ അത്രയും നാൾ ആൾക്കാർക്ക് ഒരു വിചാരം എന്ന് പറയുമ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണല്ലോ, അപ്പൊ ആ ഒരു ചൂടടിക്കുന്നത് കൊണ്ടാണ് സ്കിന്നിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് 1820 ഒരു ഇംഗ്ലീഷ് ഫിസിഷ്യൻ എവറാർഡ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സയന്റിസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. അതായത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ചൂട് അബ്സോർബ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലാക്ക്. അപ്പോൾ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റ് നടത്തി. അതായത് കുറച്ച് ആൾക്കാരെ കൊണ്ട് ബെയർ സ്കിന്ന്, അതായത് ബെയർ സ്കിൻ നമ്മൾ കവർ ഒന്നും ചെയ്യാണ്ട് സൺ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ഒരു ബെയർ സ്കിൻ ഇങ്ങനെ വെയിലത്ത് വെച്ചു കുറച്ച് നേരത്തേക്ക്. അപ്പൊ ആ സമയത്ത് നോക്കിയപ്പോഴത്തേക്കും അതിലിങ്ങനെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ, ഒരു മാതിരി സ്ക്രോച്ചിങ് എഫക്റ്റ് എന്ന് പറയാം, സ്കിന്നിൽ ഒരു സെൻസിറ്റീവ് ഒരു റിയാക്ഷൻ പോലെ ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി ബെയർ ഹാൻഡ് വെച്ചിട്ട്. അതേ ആൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് വെച്ചിട്ട് കൈ കവർ ചെയ്തിട്ട് 5 to 10 ഡിഗ്രിയോളം ചൂട് കൂടുതലായിരിക്കും നമ്മൾ ബ്ലാക്ക് കളർ ക്ലോത്തിൽ നമ്മുടെ ബോഡി കവർ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ എന്നിട്ട് സണ്ണിൽ അവരെ എക്സ്പോസ് ചെയ്തപ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ചൂടല്ല വേറെ എന്തോ ഒരു സംഭവമാണ് ഈ ഒരു സ്കിന്നിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതൊന്നുകൂടെ ഉറപ്പുവരുത്താൻ ആൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരാളെ ഇതുപോലെ വെയിലത്ത് നിർത്തിയപ്പോൾ ആൾക്കും ഈ സ്കിന്നിൽ ഈ റിയാക്ഷൻ വരുന്നില്ല. അപ്പോൾ അങ്ങനെ അയാൾ കൺക്ലൂഡ് ചെയ്തു സൂര്യന്റെ ചൂടല്ല, സൂര്യന്റെ രശ്മികളിലുള്ള എന്തോ ഒരു സാധനമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പിന്നീട് ഒരു 1878 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ടാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഈ യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഭയങ്കര ഒരു സംഭവമായിട്ട് തുടങ്ങി. എല്ലാവരും ടാൻ ആവാൻ വേണ്ടിയിട്ട് വെയിലത്ത് പോയി കിടക്കുക, ടാൻ ആവാൻ വേണ്ടിയിട്ടുള്ള ടാനിങ് ഓയിൽസ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് ചിലരുടെ വിചാരം അത് സൺ പ്രൊട്ടക്ഷൻ ആയിരുന്നു എന്നായിരുന്നു, അതായത് ടാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽസ് ഒക്കെ സൺ പ്രൊട്ടക്ഷൻ കിട്ടും എന്നായിരുന്നു അവർ വിചാരം. പക്ഷെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി നല്ല രീതിയിൽ ടാൻ ആവുമല്ലോ, അപ്പൊ അതുകൊണ്ട് സൺ പ്രൊട്ടക്ഷൻ ആയിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കൺക്ലൂഷൻ എത്തി. പിന്നെ 1891 96 അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് സൺ റേസ് വന്ന് ഇതാക്കി കഴിഞ്ഞാൽ ക്യാൻസർ വരും, പിന്നെ അതുപോലെ സ്കിൻ ഡിസീസസ് വരും, പിന്നെ അതുപോലെ UV റേഡിയേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നീട് ഓരോരോ സയന്റിസ്റ്റുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. പിന്നീട് ആദ്യത്തെ സൺസ്ക്രീനിന്റെ ഒരു വരവായി, അതായത് 1910 ഫസ്റ്റ് സൺ പ്രൊട്ടക്ഷൻ
ക്രീം ഡെവലപ്പ് ചെയ്തത്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്ന് പറഞ്ഞിട്ട് ചെസ്നട്ട് എക്സ്ട്രാക്ട് എന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കെമിക്കൽ മറ്റേതല്ലായിരുന്നു, ചെസ്നട്ട് എക്സ്ട്രാക്ട് എന്ന് ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഡോക്ടർ ഊന എന്ന് പറഞ്ഞിട്ടൊരു ഡോക്ടറാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് ആൾക്കാർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് 1935 യുജീൻ സ്കോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ, അതായത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല, പക്ഷെ ആള് ഫൗണ്ടർ ആയിട്ടുള്ള ബ്രാൻഡിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയും, അതായത് ലോറിയലിന്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഡോക്ടറാണ് ഈ സൺസ്ക്രീൻ എന്നുള്ളൊരു UV ഫിൽറ്റർ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടൊരു ടാനിങ് ഓയിൽ, അതായത് ഈ ടാൻ ആവാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോഴത്തേക്കും സൺബേൺസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടാൻ ആവാനുള്ള ഓയിലിനകത്ത് UV ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തിട്ടൊരു പ്രോഡക്റ്റ് അയാൾ ലോഞ്ച് ചെയ്തു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു 1938 ഒരു ഫ്രാൻസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വിസ് കെമിസ്റ്റ് ആയിരുന്നു. പുള്ളി മല കയറാൻ വേണ്ടി പോയി. ഒരു പിസ്ബൂയിർന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു മലയായിരുന്നു, എനിക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ ഒരു മല കയറാൻ വേണ്ടി പോയി. ആ മല കയറിയപ്പോഴത്തേക്കും പുള്ളിക്ക് ടാൻ അടിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ടാൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടൽമാവൊക്കെ തേച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് രക്ഷപ്പെടും. പക്ഷെ പുള്ളി ചെയ്തത് ഒരു 10 വർഷത്തിന് ശേഷം സ്വന്തമായിട്ട് സൺസ്ക്രീനിന്റെ ബ്രാൻഡ് ഇറക്കി എന്നുള്ളതാണ്. ആൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേഷ്യർ ക്രീം എന്നാണ് അങ്ങനെ എന്തോ പറയുന്നത്, ആ ഒരു ഇതിൽ ഗ്ലേഷ്യർ ക്രീം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആളുടെ ബ്രാൻഡിന്റെ പേര് ഈ ആള് കയറിയ മലയുണ്ടല്ലോ പിസ്ബൂയിൻ, ആ മലയുടെ പേര് തന്നെയാണ് ആൾ അദ്ദേഹത്തിന്റെ ബ്രാൻഡിന് ഇട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ആണ് ഒരു ആദ്യത്തെ ഒരു കുറച്ച് ആൾക്കാർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രീം, സൺ പ്രൊട്ടക്ഷൻ ക്രീം. ഇപ്പോഴും ആ ബ്രാൻഡ് ഉണ്ട്. അതാണ് ഭയങ്കര ഇതായിട്ടുള്ള കാര്യം. 1938 ആൾ മല കയറാൻ പോയി, 1946 ആൾ ഈ ബ്രാൻഡ് തുടങ്ങി. അപ്പം ഇപ്പം ഇത്ര വർഷം കഴിഞ്ഞിട്ടും ആ ബ്രാൻഡ് ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഇതേ ഗ്രേറ്റർ തന്നെയാണ് 1962 നമ്മുടെ SPF റേറ്റിംഗ് ഉണ്ടല്ലോ, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് അദ്ദേഹം തന്നെയാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. 1978 ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാ രാജ്യങ്ങളിലും ഈ സൺസ്ക്രീനൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഈ FDA അതിന് വേണ്ടിയിട്ട് റെഗുലേഷൻസ് ഒക്കെ വരുത്തി തുടങ്ങി. അവരിങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര സീരിയസ് ആയിട്ടല്ല, എന്നാലും ഇന്ത്യൻ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് UV ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ പരക്കെ ഇതായി തുടങ്ങി. ഇനി ഒരു 1990 ഒക്കെ ആയപ്പോഴത്തേക്കാണ് SPF-ന് ഒരു ധാരണ വന്നത്. ഓൾമോസ്റ്റ് 15 to 30 SPF ഉള്ള സൺസ്ക്രീൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ UVA, UVB ഉണ്ട്. UVA-ക്ക് ആണെങ്കിൽ അവോബെൻസോൺ, UVB-ക്ക് ആണെങ്കിൽ ഒക്ടൈൽ മെത്തോക്സിസിനമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിൽറ്റർ ആണ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഇതാവുള്ള. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2000 വരെ വലിയ കാര്യമായ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അവോബെൻസോൺ, പിന്നെ ഓക്സിബെൻസോൺ, ഓക്ടിനോക്സൈറ്റ് പോലെയുള്ള ഫിൽറ്റേഴ്സ് ആയിരുന്നു അന്ന് എല്ലാ സൺസ്ക്രീനിലും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് 1990 ഒരു സയൻറ്റിസ്റ്റും ആളുടെ കൊലീഗ്സ് എല്ലാം കൂടെ അവരൊരു സ്റ്റഡി നടത്തി. അതായത് ഈ ഓക്ടിനോക്സൈറ്റും അതുപോലെ ഓക്സിബെൻസോൺ പോലെയുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ ഹവായി പോലെയുള്ള ബീച്ചുകളിൽ ഈ കോറൽസ് ബ്ലീച്ച് ആയി പോകുന്നു. അതായത് കോറൽസിന്റെ കളറും കാര്യങ്ങളൊക്കെ ഇതായി പോകുന്നു. ബ്ലീച്ചിങ് ഓഫ് കോറൽസ് കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്ത് തുടങ്ങിയതുകൊണ്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങും. അപ്പൊ അത് വെള്ളത്തിൽ അലിഞ്ഞിട്ട് ഈ താഴെയുള്ള സീ ബെഡിലുള്ള ഓർഗാനിസംസിനെയും പിന്നെ അതുപോലെ കോറൽസിനൊക്കെ നാശങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ഒരു പ്രപ്പോസൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് അതിനെപ്പറ്റി ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ 2018 ഡോക്കോൺസ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 7 കൊല്ലം ഡോക്കോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റും അവരുടെ കൊലീഗ്സ് എല്ലാം കൂടെ അവരൊരു സ്റ്റഡി നടത്തിയിട്ട് അവർ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അണ്ടർ വാട്ടർ ഇക്കോസിസ്റ്റത്തിനും ഈ കോറൽ ബ്ലീച്ചിങ് ഒക്കെ ഉള്ളത് കാരണം ഈ ഓക്സിബെൻസോണും പിന്നെ അതുപോലെ ഓക്ടിനോക്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഹവായിൽ ബാൻ ചെയ്തു. അപ്പൊ ഹവായിൽ മാത്രമല്ല, അതുപോലെ തന്നെ UK-ലും പിന്നെ തായ്ലാൻഡിലും അതുപോലെ അങ്ങനെ ഒരുപാട് കൺട്രീസ് ഉണ്ട്, എനിക്ക് ഓർമ്മയില്ല. പൊതുവെ ഈ ബീച്ചും അങ്ങനെ കോറൽസ് ഒക്കെ ഉള്ള കൺട്രീസിലൊക്കെ ഈ ഓക്സിബെൻസോണും ഓക്സിനോക്സൈറ്റ് ഒക്കെ അവർ ബാൻ ചെയ്തു, സൺസ്ക്രീനിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നിട്ട്. അപ്പൊ ബാക്കിയുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവരത് ബാൻ ചെയ്തു. സ്കിന്നിന് സേഫ് ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. പിന്നെ അതിനെ പറ്റിയിട്ട് അതിപ്പോഴും ഒരു കോൺട്രവേഴ്സിയാണ്, ഇത് മോശമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണോ അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പ്രൂവ്ഡ് റിസൾട്ട് എന്ന് പറയാൻ ഇല്ല. പക്ഷെ പ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോറൽ ബെഡിന് ഡാമേജ്, അതുപോലെ അണ്ടർ വാട്ടർ ഇക്കോസിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഹവായി അല്ലെങ്കിൽ തായ്ലാൻഡ് UK ഒക്കെ പോലെയുള്ള കൺട്രീസ് ഒക്കെ ഇത് ബാൻ ചെയ്തിട്ടുള്ളത്.
അപ്പം ഇത് ഇപ്പോൾ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ബ്രാൻഡ്സിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തത് കൊണ്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള സംഭവം എന്നുള്ളത് ഇപ്പോഴും ഇങ്ങനെ കുറേ ടെസ്റ്റുകളും സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2019 ആയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സൺസ്ക്രീൻ വാരി പൊത്തി തുടങ്ങി. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തി. അതായത് ഇപ്പോൾ ആവോബെൻസോൺ, ഈ പറഞ്ഞ പോലെ ഓക്സിബെൻസോൺ, ഒക്ടൈൽക്രൈലിൻ, പിന്നെ അതുപോലെ ക്രിയാംസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് പൊതുവെയുള്ള സൺസ്ക്രീൻസിനകത്ത് അവർ UV ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ 4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള സൺസ്ക്രീൻസ് കുറെ ഹെൽത്തി ആയിട്ടുള്ള വോളണ്ടിയേഴ്സിന് യൂസ് ചെയ്ത് കൊടുത്തു. അതായത് അന്നത്തെ റെഗുലേഷനിലെ കണക്ക് വെച്ച് യൂസ് ചെയ്തപ്പോഴത്തേക്കും പ്ലാസ്മ ലെവലിൽ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നും അത് വളരെയധികം കൂടുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഓരോന്നിനും ഓരോ റെഗുലേഷൻസ് ഒക്കെ വെച്ചു. അതായത് ഇപ്പോൾ ഒക്ടൈൽക്രൈലിനാണെങ്കിൽ 10% താഴെന്നോ അങ്ങനെ എന്തൊക്കെയോ കണക്കുകളുണ്ട്. അപ്പം അതിലും താഴെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കുറേ റെഗുലേഷൻസ് വെച്ചു. അത് റെഗുലേഷൻസ് അതായത് FDA ഒന്നുകൂടെ എല്ലാം കൂടെ അരച്ച് കലക്കി ഒന്നുകൂടെ അതായത് ആൾക്കാരുടെ സേഫ്റ്റി, അതായത് ബ്ലഡിനകത്തോട്ട് അധികം വരാത്ത രീതിയിൽ വരില്ല എന്നല്ല, പക്ഷെ സേഫർ ലെവലിൽ അതിനുള്ള രീതിയിൽ അതിന് ഒന്നുകൂടെ ചെയ്തു. അപ്പം ഈ സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്, ചേച്ചി സൺസ്ക്രീൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുമോ എന്നുള്ളത്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കോസ്മെറ്റിക്കിൻ്റെ അടിയിൽ വരുന്ന ഒരു സംഭവമല്ല. ഇപ്പോൾ ഓക്സിബെൻസോൺ ഒക്കെ പോലത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സിൻ്റെ അടിയിൽ വരുന്ന സംഭവമാണ്. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ തൊടാത്തത്. ഓക്കെ, അപ്പോൾ അവിടെ വല്ലാണ്ട് ഞാൻ ഇപ്പോൾ കൈ വെക്കാത്തത്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ വിൽക്കൂല. അപ്പോൾ അങ്ങനെയാണ് സൺസ്ക്രീനിൻ്റെ. അപ്പോൾ ഒരു സ്റ്റോറി ബോറടിക്കുന്നുണ്ടോ? പറഞ്ഞു എനിക്ക് ബോറടിക്കും. അപ്പം കാണുന്നത് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയല്ല, ഇതൊക്കെ ശരിക്കും ഒരു നോളജ്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതലും ഈ UV റേസിനെ പറ്റി, പിന്നെ UV പ്രൊട്ടക്ഷൻ, പിന്നെ ഓരോ റേസ് എന്തൊക്കെ ഡാമേജ് സ്കിന്നിൽ ഉണ്ടാക്കും, പിന്നെ അതുപോലെ അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, പിന്നെ ഏതൊക്കെ സൺസ്ക്രീൻ, ഏതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ഉള്ള സൺസ്ക്രീൻ്റെ ടൈപ്സ്, സൺസ്ക്രീനിൽ യൂസ് ചെയ്യുന്ന UV ഫിൽറ്റേഴ്സ്, അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാക്കിയുള്ള വീഡിയോസിൽ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ എന്താ പറയുക, ഒരു കാര്യം കൂടെ പറയാം, പ്രോഡക്ട്സ്, നമ്മുടെ പ്രോഡക്ട്സ് ഇപ്പോൾ വെബ്സൈറ്റിൽ ലോഞ്ചായി. ഒരുപാട് ആൾക്കാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്കായിട്ട് ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഈ മാസം അതായത് ഞാൻ നാച്ചുറൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന വർക്ക്ഷോപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മന്ത്ലി 1 ക്ലാസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസംബർ 22 ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ട് പിന്നെ വന്ന് പേ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ 25 മെമ്പേഴ്സിനെയാണ് നമ്മൾ പൊതുവെ എടുക്കൽ. അപ്പോൾ ഈ മാസം മേ ബി ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അറിയില്ല, എന്നാലും 25 മെമ്പേഴ്സ് വരെ നമ്മൾ എടുക്കും. അപ്പോൾ 25 മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മാസത്തിലേക്കായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ കാണിക്കാം, ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും എനിക്ക് ചിലപ്പോൾ ഉത്തരം അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഞാനത് എവിടെന്നെങ്കിലൊക്കെ പരതി കണ്ടുപിടിച്ച് ഞാൻ ചിലപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് ഞാൻ വീഡിയോസിൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലും കൂടെ ഒന്ന് അടിച്ചു വിട്ടേക്ക്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ചാച്ചാ ബൈ ബൈ. ഓക്കെ, ഇതിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഏജിങ് സൈൻസ് ഒക്കെ കാണിക്കും. ഈ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഏജ് കുറവേ തോന്നിക്കുള്ളൂ. അപ്പോൾ സൺറൈസ് കൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് കാര്യങ്ങൾ, സൺറൈസ് എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ വേർഡല്ല, ഞാൻ കടം എടുത്തൊരു വേർഡാണ്. അതായത് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന സ്കിൻ കെയറിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ചിലപ്പം